ജമാഅത്തെ ഇസ്ലാമിക് കൂട്ടുകെട്ട് അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. വിശ്വാസ സംരക്ഷണം വളരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ജനങ്ങളെ നേരിടുന്നത്. ഇപ്പോൾ സാനു കൂടി തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് വളരെ കൃത്യമായി BJPക്കൊപ്പം നിൽക്കുന്ന തൃശ്ശൂരിനെ നമ്മൾ കണ്ടതാണ്. ആ തൃശ്ശൂർ കേരളമൊട്ടാകെ ആവർത്തിക്കുമെന്നാണ് BJP നേതാക്കൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു ആരവം? ഞങ്ങൾ ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി നമ്മൾ ഈ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഒരു ചായക്കടയിലേക്കാണ്. ആ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ച നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ളവർ അവരൊരു അടക്കം പറച്ചിൽ പറയുകയാണ്. അതായത് BJP ഒരു തരത്തിലും ശക്തിയാവില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും നേടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ സമാന നിലയിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് എഴുതി തള്ളിയതാണ് തൃശ്ശൂര്. അവിടെ നിന്നാണ് 75,000-ലധികം വോട്ടുകളുടെ ദൂരത്തിലേക്ക് കയറിക്കൊണ്ട് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി നടന്ന് കയറിയ ചരിത്രം നമ്മൾക്ക് മറക്കാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ 30 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ കാണുന്ന BJPയുടെ ദൃശ്യങ്ങളിൽ, അതായത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് സമീപത്തുള്ള 10 കൗൺസിൽ, അതായത് 10 ഡിവിഷനുകളിലെ മാത്രം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൊട്ടിക്കലാശമാണ്. അതിനപ്പുറത്ത് നടക്കുന്ന CPM-ന്റെയാണ്, അതിന് തൊട്ടിപ്പുറത്ത് നടക്കുന്നത് LDF-ന്റെയാണ്. ഈ പരിപാടികളിൽ ഈ കൊട്ടിക്കലാശങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും വാശിയേറിയ, ഏറ്റവും ആഘോഷപൂർവ്വമായിട്ടൊരു കൊട്ടിക്കലാശം BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് തന്നെ. അതായത് തൃശ്ശൂർ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്, തൃശ്ശൂർ നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ രാഷ്ട്രീയ സന്ദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് കേരളം മനസ്സിലാക്കും. ആ റിസൾട്ട് തന്നെയായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് BJPയുടെ സമുന്നത നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനും അതിനോട് ചേർന്ന് വരുന്ന 7 നഗരസഭകളിലും നിർണായക ശക്തിയാകുക തൃശ്ശൂർ കോർപ്പറേഷനും അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയും. നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ അമിണിശ്ശേരി പഞ്ചായത്ത് മാത്രമാണ് BJP ഭരിക്കുന്നത്. അതിനൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ചടക്കിക്കൊണ്ട് ഒരു നിർണായക ശക്തിയാവുക എന്നത് തന്നെയാണ് BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി തന്നെയുള്ള, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP തൃശ്ശൂർ ജില്ലയിലല്ല ഈ സംസ്ഥാനത്താകെ തൃശ്ശൂർ നൽകിയിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, തൃശ്ശൂർ വലിയ ആവേശമാണ് തൃശ്ശൂരിൽ കാണുന്നത്. ഇന്ന് സംസാരിച്ച BJP നേതാക്കളെല്ലാം പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂർ ഈ കേരളമൊട്ടാകെ ആവർത്തിക്കുമെന്നതാണ്. തൃശ്ശൂരിൽ വലിയ ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നു. കലാശപ്പൊട്ട് വളരെ ആവേശകരമായി അവിടെ മുന്നേറുന്ന സാഹചര്യം കാണുകയാണ്. ആവേശത്തിരയിലാണ് അണികൾ എല്ലാവരും. വളരെ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകുന്നത്. ഇനി 7 ജില്ലകളിലേക്കുള്ള വിധിയെഴുത്ത് മറ്റന്നാൾ നടക്കാൻ പോകുകയാണ്. അതിൻ്റെ പരസ്യപ്രചാരണമാണ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മണി വരെയാണ് പരസ്യപ്രചാരണം. ഇനി നിശബ്ദമായ മണിക്കൂറുകളാണ്. അതേസമയം തന്നെ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായി 7 ജില്ലകൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ ശിവദാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, മലപ്പുറത്ത് എന്താണ് കാഴ്ച? മലപ്പുറത്ത് എപ്പോഴും അതിശക്തമായി ഉയരുന്ന ഒരു പ്രചാരണം BJP ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നതാണ്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി നമ്മോട് സംസാരിച്ച നേതാക്കൾ ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പ്രാതിനിധ്യം വളരെ കൃത്യമായി BJP സ്ഥാനാർത്ഥികളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കണക്കുകളും പറയുകയുണ്ടായി. അപ്പോൾ ഈ ന്യൂനപക്ഷ ജില്ല എന്ന് പറയുന്ന ഇടത്ത് വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് വിവരങ്ങൾ. തീർച്ചയായും നീലിമ അത്തരത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. പക്ഷേ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അടക്കം
നിരവധി സ്ഥാനാർത്ഥികളാണ് BJP-യോടൊപ്പം ചേർന്നതും BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നതും NDAയുടെ ഭാഗമായും ഉള്ളതിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകർ അടുത്ത കാലത്തായി NDAയിലേക്ക് വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അടക്കം മറ്റ് ഇതര പാർട്ടികളിൽ നിന്ന് അടക്കം നിരവധി പ്രവർത്തകർ ഇപ്പോൾ NDAയിൽ വന്നിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് നീലിമ 7 വടക്കൻ ജില്ലകൾ മറ്റന്നാൾ വിധി എഴുതാൻ പോകുകയാണ്. അവിടെ കൊട്ടിക്കലാശം നടക്കുകയാണ്. തൃശ്ശൂരിലായാലും കണ്ണൂരിലായാലും മലപ്പുറത്തായാലും പാലക്കാടായാലും ആവേശം അണപൊട്ടി ഒഴുകുകയാണ്. വലിയ ആരവങ്ങളോടെ ശിവദാസ് കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് മലപ്പുറത്തെ കാഴ്ചകൾ? നിലിമ, മലപ്പുറത്ത് ആവേശകരമായ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ. കൊട്ടിക്കലാശം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് മണി വരെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം. അതിനുശേഷം അതിന്റെ സമയം പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിക്കുകയാണ്. ശക്തമായ ഒരു പ്രചാരണം തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളമുള്ള ഈ കാലയളവിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരുന്നത്. ഇടത് വലത് മുന്നണികളും അതോടൊപ്പം